ഹേ എവരി വൺ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് AMD അഥവാ PO3. ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാവുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. AMD എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അഥവാ PO3 പവർ ഓഫ് 3. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചാർട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റിൽ ഒരേ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നൊരു മാനിപ്പുലേഷനിട്ട് പോകുകയും പിന്നീട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആവുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ 2-3 ബോക്സ് കളർ ചേഞ്ചിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പിടികിട്ടും. ഓക്കെ ഇതിനാണ് ഒരു AMD സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു അക്യുമുലേഷൻ ഉണ്ടായി, അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചു, പിന്നീട് അതൊരു ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോയി. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്, ആ മാനിപ്പുലേഷനിൽ പെടാതെ ആ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഒരു POI കണ്ടെത്തി നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നു. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ചാർട്ടിൽ പോയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ USDJP വേണ്ട ഒരു 5 മിനിറ്റ്സ് ചാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മളത് അവിടെ ഒരു അക്യുമുലേഷൻ കണ്ടു, അത് മാർക്ക് ചെയ്തു. അതിനുശേഷം മാനിപ്പുലേഷനിലോട്ട് പോകുന്ന ഭാഗവും മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം അവിടെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മാനിപ്പുലേഷനിലോട്ട് പോവുകയും പിന്നെ അവിടെ നമ്മൾ എന്താക്കി ഒരു POI മാർക്ക് ചെയ്തു. POI മീൻസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്തെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തു നമ്മളവിടെ. FEG ആകാം, IFEG ആകാം, ഓർഡർ ബ്ലോക്ക് ആകാം, സംതിങ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എൻട്രി നോക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്യുമുലേഷൻ്റെ ഹൈ വരെ നമുക്ക് എൻട്രി നോക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി വരെ നോക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1:2 ഓർ 1:3 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു AMD വർക്ക് ആകുന്നത്. അതിന് മുമ്പ് ആ മാനിപ്പുലേഷൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കൺഫേം ചെയ്യണം. ഞാനങ്ങനെ എൻട്രി എടുക്കുകയുള്ളൂ. അവിടെ മാനിപ്പുലേഷൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ എൻട്രി നോക്കൂ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തൊരു വേറൊരു എൻട്രി ആയിരുന്നു. അത് നിങ്ങൾക്ക് അക്യുമുലേഷൻ സ്റ്റേജ് കാണാൻ പറ്റും. ശേഷം ഒരു മാനിപ്പുലേഷൻ പോയി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പിന്നീട് വരുന്ന ഡിസ്ട്രിബ്യൂഷനിലായിരുന്നു ഞാൻ എൻട്രി നോക്കിയിട്ട്. ഇവിടെ ഒരു IFEGയിലായിരുന്നു എൻട്രി. IFEG എന്താണ് ഞാൻ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1:2 ആയിരുന്നു ഞാൻ RR വെച്ചത്, കാരണം മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അവിടെ വരെയാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് AMD സെറ്റപ്പ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതുവരെ ബൈ.